എന്യൂമറേഷൻ ഫോം ആണല്ലോ നൽകി തുടങ്ങിയിട്ടുള്ളത്. അതാണല്ലോ ആദ്യഘട്ട പ്രൊസീജിയർ എന്ന് പറയുന്നത്. ഇനി എപ്പോഴാണ് ഈ രേഖകളൊക്കെ നമ്മൾ നൽകേണ്ടി വരിക? സോ ആദ്യമായിട്ട് എന്യൂമറേഷൻ ഫോം ഫിൽ ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം, അതിലെ 3 സെക്ഷൻസ് ആണുള്ളത്. ആദ്യമായിട്ട് എപ്പിക്, അത് നിലവിലുള്ള എപ്പിക് കാർഡ് ഡീറ്റെയിൽസ് ആണ്. അത് കാണിട്ട് 2002 തങ്ങളുടെ അച്ഛനോ അമ്മയോ പിന്നെ ഗ്രാൻഡ് ഫാദറോ ഗ്രാൻഡ് പേരൻസോ മക്കളോ ആരെങ്കിലും ഇത് ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ അത് കൂട്ടിച്ചേർക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അത് കഴിഞ്ഞ ശേഷം താങ്കൾക്ക് ജസ്റ്റ് ഫോം സൈൻ ചെയ്ത് തരണം എന്നുള്ളതേ ഉള്ളൂ. ആ സമയത്ത് നമ്മൾ ഒരു ഡോക്യുമെന്റ്സ് ആവശ്യപ്പെടാൻ പോകുന്നില്ല. പിന്നെ ഏതെങ്കിലും വിധത്തിലുള്ള സംശയം നമ്മുടെ ഉദ്യോഗസ്ഥർക്ക് തോന്നുവാണെങ്കിൽ താങ്കളുടെ ആപ്ലിക്കേഷനിൽ അല്ലെങ്കിൽ അവിടുത്തെ BLAമാർ ഇല്ല ആരെങ്കിലും ഒരു താങ്കളുടെ പേര് ചേർത്തതിലെ ഒബ്ജക്ഷൻ പറയുമെങ്കിൽ മാത്രമേ ഒരു നോട്ടീസ് നമ്മൾ താങ്കൾക്ക് കൊടുക്കാനുണ്ടാവുള്ളൂ. ആ സമയത്ത് മാത്രമേ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള 12 ഏതെങ്കിലും ഒരു രേഖ താങ്കൾക്ക് ഹാജരാക്കേണ്ടി വരും എന്നുള്ളതാണ് ഒരു പ്രൊസീജിയർ. അതാണ് ഇപ്പോൾ നിലവിലുള്ളത്. ശരി സർ, ഇപ്പോൾ പ്രവാസികളെ സംബന്ധിച്ച് എങ്ങനെയാണ് അവരുടെ ഒരു പ്രൊസീജിയേഴ്സ്? ഇപ്പോൾ അവരുടെ ബന്ധുക്കൾ വീടുകളിലുണ്ടാകും, അങ്ങനെയുള്ളവർക്ക് എന്യൂമറേഷൻ ഫോം വഴി ഫില്ല് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അങ്ങനെയല്ല ഇനി കുടുംബമായി അവിടെയുള്ളവർ, ഇനി അവിടെ തന്നെ ജനിച്ച് അവിടെ വളർന്ന് പഠിക്കുന്നവർ, അവിടെ ജോലി ചെയ്യുന്നവരൊക്കെ ഉണ്ടാകുമല്ലോ, അവരെന്ത് ചെയ്യണം? ആദ്യമായിട്ട് പ്രവാസി സുഹൃത്തുക്കൾ ഞാൻ നേരത്തെ സംസാരിച്ചപ്പോൾ അവരുടെ ഭാഗത്തിന് ഉണ്ടായിട്ടുള്ള ഒരു 2 പ്രധാനപ്പെട്ട കാര്യം ഉണ്ടായിരുന്നു. ആദ്യമായിട്ടുള്ള കാര്യം, അവരുടെ വീട്ടിലെ അവരുടെ അച്ഛനോ അമ്മയോ ആരോ ഒരു ബന്ധു അവരുടെ വീട്ടിൽ, അതായത് ഇവിടെ കേരളത്തിൽ ഒരാൾ ഉണ്ടെന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അങ്ങനെയാണെങ്കിൽ അവരിപ്പോൾ ഇവിടെ സ്ഥലത്തില്ല, പക്ഷെ വേറെ സ്ഥലത്താണ്. സോ അവർക്ക് ഓൺലൈനായിട്ട് ഒരു ഫോം സബ്മിറ്റ് ചെയ്യാം. ഇല്ലെങ്കിൽ BLO വീട്ടിലേക്ക് പോകുമ്പോൾ അവരുടെ വീട്ടിൽ ആരാണോ ഉള്ളത് ഒരു അഡൾട്ട് മെമ്പർ ഓഫ് ദ ഫാമിലി, അവർക്ക് വേണമെങ്കിൽ സൈൻ ചെയ്ത് ആ ഫോം തിരിച്ചു കൊടുക്കാം. അതാണ് ഫസ്റ്റ് ഓപ്ഷൻ. രണ്ടാമത്തെ ഓപ്ഷൻ, വീട്ടിൽ ആരുമില്ല, വീട് പൂട്ടിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ താങ്കളോട് പറഞ്ഞല്ലോ, തൊട്ടടുത്തുള്ള ആൾക്കാരോട് ആരെങ്കിലോട് അത് സംസാരിച്ചിട്ട് BLO വീട്ടിലേക്ക് പോകുന്ന സമയത്ത് ആരെങ്കിലും താങ്കളുടെ ഒരു അവിടെ വീട്ടിലുള്ള ഒരു കാര്യം സ്ഥിരീകരിക്കണം എന്നുള്ളതേ ഉള്ളൂ. സോ നമ്മുടെ പ്രവാസികൾക്കുള്ള ഒരു ആസ്പെക്ട് എന്ന് പറയുന്നത് അവരുടെ കയ്യിൽ, എല്ലാവരുടെ കയ്യിൽ പാസ്പോർട്ട് എന്തായാലും ഉണ്ട്. ഏതെങ്കിലും വിധത്തിലുള്ള ഒരു സംശയം ഇല്ല ഒരു റിക്വയർമെന്റ് വരുവാണെങ്കിൽ മാത്രമേ ആ ഒരു രേഖ 12 ഒരു രേഖ നമുക്ക് ഹാജരാക്കേണ്ടി വരും. എല്ലാവരുടെ കയ്യിൽ പാസ്പോർട്ട് ഉണ്ട്. അങ്ങനെ ഒരു പാസ്പോർട്ട് ഒരു 12 ഒരു രേഖ ആണ് ശരിക്കും. സോ അങ്ങനെയാണെങ്കിൽ അവർക്ക് വേറെ ഒരു ഇഷ്യൂ ഇല്ല.